ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നമുക്കിന്നൊരു മട്ടൻ്റെ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മട്ടൺ പെപ്പർ റോസ്റ്റ് ഡ്രൈ ആയിട്ടുള്ളത്. അതിനുവേണ്ടി 1 കിലോ മട്ടൻ ഇവിടെ വാങ്ങിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. 2 സവാള, പച്ചമുളക് കുറച്ച്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം. അതൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ നമ്മളിവിടെ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന മട്ടൻ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നിറച്ച് മട്ടൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുമേ. 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് പാകത്തിന് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി ചേർത്ത് പിടിപ്പിക്കാം. ഈ ആട്ടിറച്ചിയിലേക്ക് എല്ലാ മസാലപ്പൊടികളും ചേർത്ത് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് വെക്കാം. അതിനുശേഷം ഒരു 1/4 കപ്പ് അളവിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്കിത് വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് വെള്ളം വളരെ കുറവ് മതി. ഇറച്ചിയിൽ നിന്ന് ഓൾറെഡി വെള്ളം വിട്ട് കിട്ടും നമുക്ക്. അതുകൊണ്ട് അത് വേവിക്കാം. ആദ്യത്തെ വിസിൽ കഴിഞ്ഞ ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മട്ടൻ അവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതൊക്കെ കൂടെ ചേർത്ത് ചതച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ ചതച്ച് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ മട്ടൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 6 വിസിലൊക്കെ കഴിഞ്ഞു. എയറൊക്കെ പോയ ശേഷം നമുക്ക് മട്ടൻ തുറന്ന് നോക്കാം. കണ്ടോ, നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ തണുപ്പായത് കാരണം വെളിച്ചെണ്ണ നല്ല കട്ടിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അതിലേക്ക് പട്ടയുടെ 2 കഷ്ണം ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് പട്ടയുടെ 2 കഷ്ണം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 2 സവാള ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് വളരെ ചെറിയ കഷ്ണമായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പച്ചമണം മാറി വരുമ്പോഴേക്കും നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളയും ചേർത്ത് നല്ലപോലെ വഴറ്റുക. നന്നായി വഴങ്ങി കിട്ടണം കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ മട്ടൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ വെച്ച് തവിയെടുക്കാതെ തന്നെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട, കാരണം നമ്മൾ മട്ടൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കണ്ട കേട്ടോ. സാധാരണ നമ്മൾ സവാള വഴറ്റുമ്പോഴേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നതാണല്ലോ. ഇതിപ്പോൾ മട്ടൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർന്ന് പിടിച്ചേക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഉപ്പിടണ്ട, അധികമായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അല്ലാതെ തന്നെ നമുക്ക് സവാള വഴറ്റിയെടുക്കാം. ഏകദേശമൊക്കെ സവാള നല്ലപോലെ വഴങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഈ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാളയിലേക്ക് എല്ലാം കൂടി ഒന്ന് ചേർത്ത് പിടിപ്പിക്കാം. നമ്മൾ കുക്കറിൽ വേവിച്ചപ്പോൾ അതിൽ കുറച്ച് മസാല ബാക്കി ഉണ്ടായിരുന്നല്ലോ. ആ മസാലയിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് ആ മസാല എല്ലാം കൂടി കഴുകിയെടുക്കാം. കുക്കറിലുള്ളത് ഈ മട്ടനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതുകൊണ്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയിലേക്ക് നന്നായിട്ട് മട്ടൻ ചേർന്ന് പിടിക്കട്ടെ, മസാല ചേർന്ന് പിടിക്കട്ടെ. കണ്ടോ, മസാല എല്ലാം കൂടി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടിയിടുക കേട്ടോ. ഈ വെള്ളം ഒന്ന് നമുക്ക് പെട്ടെന്ന് വറ്റിച്ചെടുക്കണം. മസാല ഈ സവാളയിൽ പിടിക്കാൻ വേണം. അതിനുശേഷം നമുക്ക് ചതച്ച കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല നൈസായ പൊടിയല്ല, ചതച്ച കുരുമുളക് പൊടി 1 ടീസ്പൂൺ അളവിൽ നമ്മൾ ഇട്ട് കൊടുത്തു. പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം മുഴുവനായിട്ട് അതും ഇട്ട് കൊടുത്തു. പെരിഞ്ജീരക പൊടി ഇട്ട് കൊടുക്കണ്ട, നമ്മൾ മട്ടൻ മസാല ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിലിതെല്ലാം അടങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഈ ഒരു പെരിഞ്ജീരക പൊടിയൊന്നും ചേർത്ത് കൊടുക്കണ്ട. 1 പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. വെള്ളം വറ്റിയ ശേഷം കേട്ടോ, നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത വെള്ളം വറ്റിയ ശേഷം 1 പിടി മല്ലിയില, ഒരു 4-5 പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ റോസ്റ്റ് ചെയ്ത പോലെ എടുക്കാം. ഡ്രൈ ആയിട്ടാണ് ഇതിരിക്കുന്നത് കേട്ടോ. കണ്ടോ, നല്ല ഡ്രൈ റോസ്റ്റ് മട്ടൺ പെപ്പർ മസാല.
അതാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാം. മട്ടൺ വേവുന്ന ആ ഒരു ടൈം മാത്രമാണ് നമുക്കിത് എടുക്കുന്നുള്ളൂ. ഏകദേശം വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ ചേർന്ന് പിടിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തേക്കാം. കണ്ടോ, ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. വളരെ രുചികരമായ ഒരു മട്ടൺ മസാലയാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. മുളക് പൊടി നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അത് തന്നെ എരിവ് ധാരാളമായിരിക്കും. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക്